ശത്രുവിൻ്റെ പ്രവർത്തികളെ നിഷ്ഫലമാക്കുന്ന ദൈവം ഇന്ന് അതിശക്തമായി പരിശുദ്ധാത്മാവ് ആഴമായി കുടുംബങ്ങളോട് ജീവിതങ്ങളോട് വിളിച്ചു പറയുന്ന ദൈവശബ്ദം ശത്രുവിൻ്റെ പ്രവർത്തികളെ നിഷ്ഫലമാക്കാൻ പോകുന്നു. സർവശക്തനായിരിക്കും ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. ദൂത് ആഴത്തിൽ വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ഹൃദയതലങ്ങളെ തൊടുന്ന ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുകയും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 1 യോഹന്നാൻ 3:8 ഇപ്രകാരം പറയുന്നു, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷപ്പെട്ടു. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുന്ന ദൈവം, ശത്രുവിൻ്റെ പ്രവൃത്തികളെ നിഷ്ഫലമാക്കുന്ന ദൈവം. വാഗ്ദത്തങ്ങളെക്കുറിച്ചുള്ള അവിശ്വാസം, നടക്കത്തില്ല എന്ന ഹൃദയങ്ങളിൽ സംശയ വിചാരങ്ങൾ ഉളവാകുന്നുണ്ടോ? അത് ശത്രു വാഗ്ദത്തങ്ങളെ തടയുവാൻ ശ്രമിക്കുന്ന ഒരു പ്രവൃത്തിയല്ലേ? കൂടാരത്തിൻ്റെ മേഖലകളിൽ, ജീവിതത്തിൻ്റെ തലങ്ങളിൽ ഏതെങ്കിലും ഒരു അനുഭവങ്ങൾ ഇപ്രകാരം ശത്രുവിൻ്റെ ശ്രമങ്ങൾ നടക്കുവാണോ? ശത്രുവിൻ്റെ പ്രവൃത്തികൾ സജീവമായിരിക്കുന്നൊരു സമയമാണോ? ദൈവത്തിൻ്റെ ദൂതിത ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ശത്രുവിൻ്റെ പ്രവൃത്തിയെ നിഷ്ഫലമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയും അധികാരമുള്ള കരം ഈ ദിവസങ്ങളിൽ കാണും. ഈ ദിവസങ്ങളിൽ ദൈവം വെളിപ്പെടുത്തും. ദൈവത്തിൻ്റെ പൈതലെ സാമ്പത്തിക തലങ്ങളിൽ ശത്രു പ്രവർത്തിക്കുന്നുണ്ടോ? ശരീരതലങ്ങളിൽ രോഗമിട്ടും ക്ഷീണവും തളർച്ച ആ അനുഭവങ്ങളിൽ ശത്രു പ്രവർത്തിക്കുന്നുണ്ടോ? വാതിലുകൾ, വഴികൾ മുമ്പിലുള്ളതൊക്കെ അടയുന്നൊരു സാഹചര്യമാണോ? പെട്ടെന്ന് തുറക്കും, അതിൽ സന്തോഷിക്കും, അതിലാനന്ദിക്കും. എന്നാൽ അതുപോലെ തന്നെ അത് പെട്ടെന്നങ്ങ് അടഞ്ഞു പോവുക. ആ ഒരു തരം ശത്രു പ്രവർത്തിക്കുന്ന ആ മേഖലയെ പരിശുദ്ധാത്മ കണ്ടുകൊണ്ട് ദൂത് വെളിപ്പെടുത്തുക. ഇനി അടയ്ക്കുവാനോ തുറക്കുവാനോ ശത്രുവിനല്ല അധികാരം. ദൈവം തന്നെ, സർവശക്തൻ തന്നെ, വാഗ്ദത്തം ചെയ്ത ദൈവം തന്നെ. ദൈവത്തിൻ്റെ വൈതലെ ആർക്കും തുറക്കാൻ പറ്റാത്തത് തുറന്നു തരികയും ആർക്കും അടയ്ക്കാൻ പറ്റാത്തതുപോലെയുള്ള വാതിൽ ദൈവം പ്രവർത്തിയ ഇതാ ജീവിതത്തിൻ്റെ കൺമുമ്പിൽ സ്വർഗം ഒരുക്കാൻ പോവുക. ദൈവം ക്രമീകരിക്കാൻ പോവുക. ശത്രുവിൻ്റെ പ്രവർത്തികളെ നിഷ്ഫലമാക്കുന്ന ദൈവം. 12 സംവത്സരം രോഗിയായിരുന്നവൻ്റെ ജീവിതത്തിൽ 12 വർഷം ശത്രു പ്രവർത്തിച്ചു. അവൻ്റെ ശ്രമങ്ങൾ സാമ്പത്തിക തലങ്ങളിൽ, ആരോഗ്യ മേഖലകളിൽ, ജീവന് പോലും ആപത്ത് വരുന്ന നിലവാരത്തിൽ ക്ഷീണിച്ചും തളർന്നും എല്ലാ മേഖലയും ഒറ്റപ്പെട്ട് വഴികളടഞ്ഞു, മുഖാന്തരങ്ങളില്ല, അസ്തമിച്ചു എന്ന് പലരും പറഞ്ഞു. ഇനി നടക്കത്തില്ല, ഇനിയൊരു വിടുതലില്ലെന്ന് പലരും പറഞ്ഞു. ഇനി ആ അനുഭവം ഒരിക്കലും ജീവിതത്തിൽ വെളിപ്പെടുത്തില്ല. ഇനിയൊരു നന്മയുടെ കാലമില്ല, ഇനിയൊരു സന്തോഷത്തിൻ്റെ കാലമില്ല, ഇനിയൊരു ആനന്ദത്തിൻ്റെ കാലമില്ല. ആ തലത്തിൽ നിർണയിച്ച മേഖലയിൽ പോലും യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തി, കർത്താവിൻ്റെ പ്രവൃത്തി, അമ്മേ ശത്രു 12 വർഷം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് നോടി നേരം കൊണ്ട് ക്ഷണത്തിൽ ദൈവം അതിനെ നിഷ്ഫലമാക്കി തീർത്തില്ലേ? ദൈവശക്തി അതിനെ നിഷ്ഫലമാക്കി തീർത്തില്ലേ? ദൈവത്തിൻ്റെ വൈതലെ കൂടാരത്തിലേക്ക് ദൈവസാന്നിധ്യം ഇറങ്ങുന്നു. ജീവിതത്തിൻ്റെ തടസ്സങ്ങളിലേക്ക് ദൈവസാന്നിധ്യം ഇറങ്ങുന്നു. ജീവിതത്തിൻ്റെ മേഖലകളിലേക്ക് ദൈവശക്തി ഇറങ്ങുന്നു. വാതിൽ തുറക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, വിടുതൽ കൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, വിടുതൽ കൽപ്പിക്കുന്ന സ്വർഗത്തിൻ്റെ ഇടപെടൽ ഇന്ന് ശക്തിയോടെ ഇതാ പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ നോക്കി ദൂത് വിളിച്ചു പറയുന്നു. ഇന്ന് ചില വാതിലുകൾ തുറക്കപ്പെടും. ഇന്ന് ദുഷ്ടൻ്റെ പ്രവർത്തികൾ, ശത്രുവിൻ്റെ പ്രവർത്തികളെ ദൈവം നിഷ്ഫലമാക്കുക. എത്രയോ കുടുംബങ്ങൾ, എത്രയോ ജീവിതങ്ങൾ ശത്രു പ്രവർത്തിച്ച നിമിത്തം പിന്മാറുന്നു. എത്രയോ ശത്രുവിൻ്റെ പ്രവർത്തി നിമിത്തം നിരാശപ്പെടും, ദുഃഖം അനുഭവിക്കുന്നു. ദൈവശക്തിയോടെ എഴുന്നേൽക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥനയിലൊന്ന് ഉണരട്ടെ, വിശ്വാസത്തിലൊന്ന് എഴുന്നേൽക്കട്ടെ. വിശ്വാസത്തിൻ്റെ ഒരു ഉണർവ് ഹൃദയത്തിൽ, പ്രാർത്ഥനയുടെ ഉണർവ് സംഭവിക്കട്ടെ. നിശ്ചയവ ശത്രു ഇനി പ്രവർത്തിക്കാൻ കഴിയാത്തതുപോലെ അവൻ്റെ പ്രവൃത്തി മേഖലയെ ദൈവം നിഷ്ഫലമാക്കുക. വാഗ്ദത്തങ്ങളെ തടുത്തു വയ്ക്കുന്ന മേഖലയുണ്ടോ? ജീവിതത്തിൻ്റെ തലങ്ങളിൽ അനുഗ്രഹങ്ങളെ തടയുന്ന, നന്മകളെ തടയുന്ന അനുഭവങ്ങളുണ്ടോ? ദൈവത്തിൻ്റെ ദൂതിത, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദവിത ശത്രുവിൻ്റെ പ്രവൃത്തിയെ സ്വർഗം തന്നെ ദൈവത്തിൻ്റെ അധികാരം കൊണ്ട്, ദൈവത്തിൻ്റെ ശക്തിയാ, ദൈവത്തിൻ്റെ മഹത്വത്താ ശത്രുവിൻ്റെ സകല പ്രവൃത്തിയെയും ദൈവം നിഷ്ഫലമാക്കുക.
ദൂത് ആഴമായി വിശ്വസിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നു. എൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നു. എൻ്റെ ജോലി മേഖലയിൽ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതിയിൽ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നു. ശത്രുവിൻ്റെ പ്രവൃത്തിയെ നിഷ്ഫലമാക്കി എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തിയ ഗൗഡാരത്തിൻ്റെ അകത്തളങ്ങളിൽ ശക്തിയോടിതാ സ്വർഗം വെളിപ്പെടുത്താൻ പോകുന്നു. കർത്താവ് സഹായിക്കുക. നമുക്ക് പ്രാർത്ഥിക്കുക. സ്നേഹവാനന്ദമേ സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം. വചനം കേൾക്കുന്ന കുടുംബങ്ങൾക്കായി, തലമുറകൾക്കായി, ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സർവശക്തൻ്റെ കരം, വിടുതൻ്റെ കരം, സാന്നിധ്യം ഇന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചില വിടുതലുകൾ നടക്കട്ടെ, ചില തടസ്സങ്ങൾ മാറട്ടെ, ചില വഴികൾ ജനത്തിനു വേണ്ടി തുറന്നു വരട്ടെ. അപ്രകാരം പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഭുജവും അധികാരമുള്ള ശക്തിയുള്ള കരം ഇന്ന് ഇപ്പോൾ തന്നെ ചലിക്കാൻ പ്രാർത്ഥിക്കുന്നു. ചില രോഗ മേഖലയിൽ സൗഖ്യമാകട്ടെ, വിട്ടുമാറാത്ത തലവേദനകൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ നടക്കട്ടെ. അടഞ്ഞ വാതിലുകൾ കർത്താവേ അങ്ങയുടെ ശക്തിയാൽ തുറന്നു വരുവാൻ പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ ശരീരത്തിൽ നിന്ന് ചില രോഗമേഖലകൾ വിട്ടുമാറുക. ചില തടസ്സങ്ങൾ ഇന്ന് തന്നെ കർത്താവ് അഴിച്ചു കളയുക. ചില പ്രതിബന്ധങ്ങളെ കർത്താവ് മാറ്റുക. ഈ നിമിഷം തന്നെ അത്ഭുത രോഗശാന്തി വെളിപ്പെട്ടു വരുന്നു. കർത്താവിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ സ്വസ്ഥത ജനഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. കുടുംബങ്ങൾ ആശ്വാസം പ്രാപിക്കട്ടെ. കുടുംബങ്ങൾ ജീവിതത്തിൻ്റെ തലങ്ങളിൽ മാറ്റങ്ങളിലേക്ക് കടന്നു വരട്ടെ. ആത്മീയ ഉയർച്ച പ്രാപിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആ കർത്താവ് സഹായിക്കണം. ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തി വിടുതൽ കൽപ്പിക്കുന്നല്ലോ. കർത്താവ് കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നല്ലോ, തലമുറകളെ അനുഗ്രഹിക്കുന്നല്ലോ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.